സ്തോത്രം. വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ, വിവിധ അനുഗ്രഹങ്ങളാൽ നന്മകളാൽ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞൊരു വർഷക്കാലം മുഴുവൻ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഒക്കെയും കർത്താവ് നമ്മളെ പരിപാലിച്ചു, ജയത്തോടെ നടത്തി. ഇന്ന് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. സങ്കീർത്തനങ്ങളെല്ലാം തന്നെ ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളാണ്. അത് 150 സങ്കീർത്തനങ്ങളുണ്ട്. അതെല്ലാം തന്നെ ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. അപ്പോൾ 103 സങ്കീർത്തനത്തിനകത്ത് എൻ മനമേ യഹോവയെ വാഴ്ത്തുക, കണ്ടോ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗം അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. അപ്പം എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ഉണ്ടോ, 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. അപ്പം നമ്മൾ ദൈവം ചെയ്തു തരുന്ന ഉപകാരങ്ങളൊന്നും നമ്മളാരും മറക്കാൻ പാടില്ല. അവൻ നിൻ്റെ അകത്യമൊക്കെയും മോചിക്കുന്നു, എൻ്റെ സകല രോഗങ്ങൾ സൗഖ്യമാണ്. അപ്പം രോഗത്തിൽ നിന്ന്, ആപത്തിൽ നിന്നൊക്കെ വിടുവിക്കാൻ ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദൈവം കരുണയും നിന്നെ അണിയിക്കുന്നു, ജീവനെ പരിപാലിക്കുന്നു, അല്ലെ, പ്രാണനെ പരിപാലിക്കുന്നു. അതുപോലെ ദൈവം കരുണയും നിന്നെ അണിയിക്കുന്നു. അപ്പോൾ അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ ദൈവത്തിന് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. നമ്മുടെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. മാതാപിതാക്കൾക്ക് സ്നേഹം, കൃപ, ദയ, കരുണ ഇതെല്ലാം മക്കളോട് കാണിക്കും മാതാപിതാക്കൾ. ഇത് അവരോട് ദൈവത്തിന് നമ്മളോട് കരുണയുണ്ട്, സ്നേഹമുണ്ട്, കരുതലുണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളാണ് അവരുടെ അനുഗ്രഹമാണ്. ഒരു പിതാവിനും മാതാവിനും അവരുടെ അനുഗ്രഹം അവരുടെ കുഞ്ഞുങ്ങളാണ്. അവർ നല്ല രീതിയിലായിത്തീർന്നു ആത്മീയതയിലും ഭൗതികതയിലും കുഞ്ഞുങ്ങൾ നല്ല രീതിയിലായിത്തീർന്നു കഴിയുമ്പം ഏറ്റവും ആദ്യം സന്തോഷിക്കുന്നത് ദൈവം സന്തോഷിക്കുന്ന മാതാപിതാക്കളാണ്. നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുക്കപ്പെടുവാൻ തക്കവണ്ണം അവൻ നിൻ്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അപ്പോൾ ഈ കഴുകൻ എന്ന് പറഞ്ഞ പക്ഷിയുടെ തൂവലുകൾ ഇങ്ങനെ ഒഴിഞ്ഞു പോയി കഴിഞ്ഞിട്ട് പിന്നെ പുതിയ തൂവലുകൾ വരും. യഹോവ സകല പീഡിതന്മാർക്ക് വേണ്ടി നീതി ന്യായവും. അപ്പം നീതിയുണ്ട്, ന്യായമുണ്ട് ദൈവത്തിൻ്റെ കയ്യിൽ. അതേപോലെ കരുണയുണ്ട്, കൃപയുണ്ട്. ഒരു പീസ്, സമാധാനത്താൽ നിറയ്ക്കാൻ ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. അവൻ തൻ്റെ വഴികളെ മോശയെയും അവൻ്റെ പ്രവൃത്തി ഇസ്രായേൽ മക്കളെ അറിയിച്ചു. അപ്പം ഈ ഇസ്രായേൽ മക്കളെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചത് ആരാണ്? ദൈവമാണ്. അത് മോശെ, അഹരോന്, യോശുവ. നമ്മൾക്കത് പുറപ്പാട് പുസ്തകവും ഒക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും. ദീർഘക്ഷമയുള്ളവനാണ്, മഹാദേവിയുള്ളവനാണ്, കരുണയുള്ളവനാണ്, കൃപയുള്ളവനാണ്. അവനെല്ലായ്പ്പോഴും ശാസിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയില്ല. കോപത്തോടെ ഇല്ല, അതുപോലെ ശാസിക്കുകയില്ല. യഹോവ എപ്പോഴും നമ്മുടെ കൂടെ ഇരുന്ന് സ്നേഹമുള്ള ആളാണ് നമ്മുടെ യഹോവ, കരുണയുള്ള ആളാണ് നമ്മുടെ യഹോവ. എപ്പോഴും കോപിക്കത്തെ അങ്ങനെയുള്ള രീതിയിലുള്ള ആളാണ് നമ്മുടെ യഹോവ. അതുപോലെ മാതാപിതാക്കൾ ദേഷ്യം വന്നാലും കോപിച്ചാലും കുറച്ച് നേരത്തേക്കിനേ ഉള്ളൂ, അത് പിന്നെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ദൈവത്തിൻ്റെ കാര്യം. അവൻ നമ്മുടെ പാവങ്ങൾക്ക് തക്കവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് തക്കവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. കണ്ടോ, യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. എല്ലാവരെയും യഹോവ സ്നേഹിക്കും, കരുതും. യഹോവയുടെ ദയ, അപ്പം ദയ, കൃപ, കരുണ, നീതി, ദീർഘക്ഷമ, മഹാദയ ഇതെല്ലാമാണ് ഈ 103 സങ്കീർത്തനം. അതുകൊണ്ട് ഇതെല്ലാം തരുന്ന ആളെ നമ്മൾ വാഴ്ത്തി സ്തുതിക്കണം. ഉപകാരങ്ങൾ മറക്കാൻ പാടില്ല. നമ്മൾക്ക് ആരെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ നമ്മളത് മറക്കുമോ? ഇല്ല. അങ്ങനെയാണ്. സ്നേഹത്താൽ നിറയ്ക്കാൻ, സമാധാനത്താൽ നിറയ്ക്കാൻ, സന്തോഷത്താൽ നിറയ്ക്കാൻ ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരെ അവൻ്റെ സകല സൈന്യങ്ങളുമേ യഹോവയെ വാഴ്ത്തുകയും അവൻ്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവൻ്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുകയും. അപ്പം സകല ഭൂമണ്ഡലമുള്ള കാര്യങ്ങൾ എല്ലാം യഹോവയുടെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പം യഹോവയാണ് കാറ്റിനെയും കടലിനെ ശാന്തമാക്കിയ ആളാണ് നമ്മുടെ ദൈവം. അതുപോലെ തന്നെ
മഴയെ തരുന്ന ആളാണ് ദൈവം. അതേ നമ്മുടെ വൃക്ഷങ്ങളെ കാര്യങ്ങൾ ഇതെല്ലാം സൃഷ്ടിച്ചതെല്ലാം ദൈവമാണ്. സകല കാര്യങ്ങൾ നമ്മുടെ അതായത് ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും സ്പഷ്ടമായിട്ട് അറിയാവുന്ന ഒറ്റ ഒരാൾ നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ ഹിതമാണ് നമ്മളിൽ നിറവേറുന്നത്. എല്ലാ കുഞ്ഞുങ്ങളും ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം, ആരാധിക്കണം. നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് വേണം മുമ്പോട്ട് ജീവിക്കാനായിട്ട്. നമ്മൾ ദൈവമക്കളായി തീരുമ്പോൾ എപ്പോഴും സന്തോഷമായിരിക്കും. ആത്മീയ സന്തോഷത്താൽ ദൈവം തമ്പുരാൻ നമ്മളെ നിറയ്ക്കും. ഭൗതികമായ കാര്യങ്ങൾ ദൈവത്തിന് തരാനായിട്ടുള്ളത് ദൈവം തക്ക സമയത്ത് നമുക്ക് തരും. നമുക്കൊരു ഇവിടെ ടെൻഷൻ ഉണ്ടാകുന്നത് ഇത്തരം ഭാഗത്താണ്. ഈ ടെൻഷനെല്ലാം നമ്മൾ ദൈവത്തിൽ അങ്ങോട്ട് സമർപ്പിച്ച് ജീവിക്കുക. ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം, എനിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.